ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ ചാനലിൽ ധാരാളം വന്നിരുന്ന വീഡിയോ ആണ് ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ടത്. അങ്ങനെയുള്ളൊരു ശരീരഭാഷയുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം, ഒരാൾ പുതുതായിട്ട് കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ, ഒരു യോഗത്തിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ മോശമായി പോകുന്ന രീതിയിൽ നമ്മുടെ ചില ബോഡി ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള മോശം ഇംപ്രഷൻ വരുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ഏതാണെന്നും അത് മാറ്റിയിട്ട് എങ്ങനെ നല്ല ബോഡി ലാംഗ്വേജിലേക്ക് വരുത്തണം എന്നുള്ളതാണ്. ഇനി എപ്പോഴാണെങ്കിലും ഒരു പുതിയ ആളെ പരിചയപ്പെടുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമ്മൾ പോലും അറിയാത്ത ഉപബോധ മനസ്സ് അവരെക്കുറിച്ചൊരു മോശമായ ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മോശമായ ഇംപ്രഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാവാൻ, വെറുപ്പില്ലാതെ നമ്മളോട് പെരുമാറാൻ, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാവണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ പറയാറുള്ളത് പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത്തരം ധാരാളം വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നന്നാക്കാൻ വേണ്ടിയുള്ള ബോഡി ലാംഗ്വേജിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയാനുള്ളത്, പുതുതായിട്ട് ഒരാളെ പരിചയപ്പെട്ടാൽ, ഇനി പുതുതായിട്ടല്ല എങ്കിലും നമ്മൾ ബന്ധപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ആദ്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ചെയ്യുക. ആ ഷെയ്ക്ക് ഹാൻഡിനെ കുറിച്ച് ഞാൻ നേരത്തെ 2-3 വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒറ്റ കാര്യത്തിലൂടെ പറയാം, നല്ല ഫേം ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ഹാൻഡാണ് കൊടുക്കേണ്ടത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നമ്മളെക്കുറിച്ചൊരു മതിപ്പുളവാക്കുന്ന രീതിയിലുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഒരിക്കലും ഒരു ഫീബിളായിട്ടുള്ള ഒരു ഫിഷി ഷെയ്ക്ക് ഹാൻഡ്, ഞാൻ നേരത്തെ എങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഊരിപ്പോരുന്ന രീതിയിൽ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ ഈ വിരലിൻ്റെ തുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഷെയ്ക്ക് ഹാൻഡ്, അതല്ല ഒരിക്കലും കൊടുക്കേണ്ടത്. അത് ബഹുമാനം കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെയല്ല കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ബഹുമാനിച്ചിട്ട് മെല്ലെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ അവിടെ മോശമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അവരെക്കാൾ വളരെ താഴെയുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ മതി എന്ന ഒരു ഇൻഫീരിയോറിറ്റിയാണ്. സത്യത്തിൽ മനുഷ്യന്മാർ നമ്മൾ ഇടപെടുമ്പോൾ ഇൻഫീരിയോറിറ്റി വേണ്ട, സുപ്പീരിയോറിറ്റിയും വേണ്ട, നമ്മൾ ഈക്വൽ ആണെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന രീതിയിൽ നല്ല ഫേം ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരിക്കലും ഈ കൈ ക്രോസ് ചെയ്ത് വെക്കുക, ഇങ്ങനെ കൈ കെട്ടി വെക്കുക. അതുപോലെ കാലും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. കൈ കാലുകൾ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ അവർ പറയുന്നതിന് ഡിഫെൻസീവായിട്ട് നിൽക്കുന്നു, കേൾക്കാൻ താല്പര്യമില്ലതാണ്. വളരെ അപൂർവ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ തണുപ്പ് കൊണ്ടോ ഇനി അല്ലെങ്കിൽ കുറച്ച് സമയം ഇരുന്നിട്ട് മടുത്തതുകൊണ്ടൊക്കെ അങ്ങനെ പിടിച്ചേക്കാം. പക്ഷേ എന്നാലും പൊതുവേ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, സംസാരിക്കുമ്പോൾ താല്പര്യമില്ല എങ്കിൽ, നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന ഭാവം വരുമ്പോഴാണ്, അങ്ങനെ ഉപബോധ മനസ്സ് പറയുമ്പോഴാണ് കൈ കെട്ടി വെക്കുക, കാല് ക്രോസ് ചെയ്ത് വെക്കുക. ഇനി അങ്ങനെയൊന്നും അല്ല, നമ്മളതൊന്നും വിചാരിക്കാണ്ടാണെങ്കിൽ പോലും സംസാരിക്കുന്ന ആൾക്ക്, നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്ക് നമ്മളോടുള്ളൊരു മതിപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇംപ്രഷൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ക്രോസ് ചെയ്ത് കൈയും കാലും വെച്ചുകൊണ്ട് നമ്മൾ ഇടപെടരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യം, ഞാൻ പല വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ഐ കോണ്ടാക്റ്റ് ആണ്. ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്ന് പറയാം. പക്ഷേ ഈ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കണ്ണിൽ നോക്കി 100% കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഭയങ്കര പ്രയാസമാണ്, ഇറിറ്റേഷൻ ഉണ്ടാകും. കാരണം കണ്ണിൽ അങ്ങനെ തുറച്ച് നോക്കുന്ന പോലെ തോന്നും. കണ്ണിൽ നോക്കുക എന്നതുകൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് മുഖത്ത് നോക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ പറയാറുണ്ട് മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് പറയാറില്ലേ, ആ മുഖത്ത് നോക്കുക. അങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ അതിൻ്റെ 50% കണ്ണിലേക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് വളരെ ഈസി ആയിട്ട് അയാൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ അയാളും ഞാനും തമ്മിലുള്ള പരസ്പരമുള്ള നല്ലൊരു ബന്ധവും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഒരാളോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ട് സംസാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ കാലിൽ നോക്കരുത്, മറ്റ് അവയവങ്ങളിലേക്കല്ല നോക്കേണ്ടത്, മുഖത്തേക്ക് തന്നെ നോക്കുക, അതും കണ്ണിലേക്ക് നോക്കുക. എസ്പെഷ്യലി ഇൻ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ചോദിച്ച ആളുടെ മുഖത്ത് നോക്കി മറുപടി പറയുക എന്നുള്ളത്. നമ്മൾ ഫയലിലേക്കോ മറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ടാണ് മറുപടി പറയുന്നത് എങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഇംപ്രഷൻ മോശമായിരിക്കും, നമ്മുടെ പേഴ്സണാലിറ്റി മോശമാണ് എന്ന ഇവാലുവേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് പരസ്പരം ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാളും പരസ്പരം കണ്ണ് നോക്കി സംസാരിക്കുക. നാലാമത്തെ കാര്യം അതുപോലെ തന്നെയാണ്, നമ്മൾ പേഴ്സണൽ സ്പേസിലേക്ക്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എനിക്കുണ്ട് ഇവിടെ, എൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഞാൻ മാത്രമാണ്. എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടല്ല എന്നോട് സംസാരിക്കേണ്ടത് നിശ്ചിത ഡിസ്റ്റൻസിലാണ്. ഒരുപാട് ദൂരെയും ആവരുത്, വളരെ ക്രോസ് ചെയ്ത് ചേർന്ന് നിന്നിട്ട് പറയല്ല വേണ്ടത്. അങ്ങനെ പറയേണ്ട
ആളുകൾക്ക് പറയേണ്ട സാഹചര്യത്തിൽ പറയാം. പുതിയൊരു ഇടത്തിൽ പുതിയ ആളുമായി പരിചയപ്പെടുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒരു കാരണവശാലും ഒരു മീറ്റിംഗ് കൂടുമ്പോഴോ വല്ലാതെ പേഴ്സണൽ സ്പേസ് ഇൻവേഡ് ചെയ്ത് അതിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ കയറുന്നത് നമ്മളെക്കുറിച്ച് മോശമായ ഇമ്പ്രഷൻ ഉണ്ടാക്കും. അത് സെയിം ജെൻഡർ ആണെങ്കിലും ഡിഫറെൻറ്റ് ജെൻഡർ ആണെങ്കിലും എന്ന് വെച്ചാൽ ഒരു പുരുഷനും തമ്മിൽ ചേർന്ന് നിന്നാലും ഒരു സ്ത്രീയും തമ്മിൽ ചേർന്ന് നിന്നാലും ഒരു പുരുഷനൊരു സ്ത്രീയോട് ചേർന്ന് നിന്നാലും സ്ത്രീ പുരുഷനോട് ചേർന്ന് നിന്നാലും അത് തെറ്റാണ്. അവരെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ മോശമാക്കും. ഇപ്പോൾ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന MT വ്ളോഗ് ചാനലിൻ്റെ ആളല്ലേ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടാൻ വരുന്ന ആൾ എൻ്റെ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ എനിക്ക് ഷെയ്ക്കാൻ തരുന്നതിന് പകരം വല്ലാണ്ട് ഇങ്ങനെ ചേർന്ന്, അത് ഇഷ്ടം കൊണ്ടാണെങ്കിലും ഇഷ്ടമല്ലാതെ ആണെങ്കിലും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് അവരെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ മോശമാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഷെയ്ക്കാൻ്റെ കൊടുത്തത് കൂടെ ഞാൻ ഇങ്ങോട്ട് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ അതിനർത്ഥം എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുള്ളതാണ്. അല്ലാതെ എന്നോട് ഇഷ്ടമുള്ള ആളുകൾ നേരിട്ട് ഇങ്ങോട്ട് ഇടിച്ച് കയറുകയല്ല ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ചില ആളുകൾ ഇങ്ങനെ അടുത്തടുത്ത് പോകുമ്പോൾ മറ്റേ ആൾ തെറിച്ച് മാഗ്നറ്റ് റിപ്പൽ ചെയ്യുന്ന പോലെ അങ്ങോട്ട് തെറിച്ച് പോകുന്നത് കാണാം. പേഴ്സണലി താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് തന്നെ ഒരാൾ വല്ലാതെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ ദൂരേക്ക് പോകണം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എനിക്കിഷ്ടമില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറിപ്പോകാൻ പാടില്ല. നാലാമത്തത്, ഒരു മീറ്റിങ്ങിലോ മറ്റൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ രണ്ടുപേരിരുന്ന് ചായ കുടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലീനിങ് ബാക്ക്, അല്ലാതെ ബാക്കിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ സംസാരിക്കുന്നതിൽ ഞാൻ ബോറടിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കണ്ട എന്നുള്ള അർത്ഥമാണോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ മോശമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും രണ്ടുപേര് തമ്മിൽ കോൺവെർസേഷൻ നടത്തുമ്പോൾ സംസാരിക്കുമ്പോൾ ലീനിങ് ടുവേഴ്സ് അത്ര പ്രശ്നമില്ല. എനിക്കിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ സംസാരം കേൾക്കണം പറയൂ എന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ പേഴ്സണൽ സ്പേസ് അല്ല എങ്കിൽ. അതേസമയത്ത് ലീനിങ് ബാക്ക് എന്ന് പറയുന്നത് വല്ലാതെ ചാരി ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ താല്പര്യമില്ല എന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾക്ക് മനസ്സിലാവുന്നത് ഇയാൾ ശരിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ശരിയാകാൻ വേണ്ടിയിട്ട് എപ്പോഴും ലീനിങ് ബാക്ക് എന്നുള്ളൊരു ശീലം നമ്മൾ ഒഴിവാക്കുക. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടിട്ട് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ ഒരാളാണ്, അയാളെ വീണ്ടും കണ്ടുപിടുമ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ട് നീ പിന്നെ അനീഷല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൈ കൊടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പേര് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആരായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉടൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ മോശമാവും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത്ര പോലെ എന്നെ ഓർമ്മയില്ല, ഞാനുമായിട്ട് അടുപ്പമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ പരിചയപ്പെട്ട ആളുകൾ പിന്നെ എപ്പോൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വെക്കാൻ വേണ്ടിയുള്ള മെമ്മറി കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. പരമാവധി ആളുകളുടെ പേര് ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. പേരെടുത്ത് വിളിക്കാനും പറ്റുകയാണെങ്കിൽ നല്ല അടുപ്പമുണ്ടാവും എന്നുള്ളതാണ്. പേരെന്തായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തമ്മിൽ അകലാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഏഴാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും കൈ പോക്കറ്റിലിട്ടിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഫുൾ ടൈം ഇടയ്ക്കൊന്ന് പോക്കറ്റിലിടുന്ന കാര്യമല്ല, എപ്പോഴും ഇങ്ങനെ രണ്ട് കൈയും പോക്കറ്റിലിട്ടിട്ട് ചിത്രത്തിൽ കാണിക്കുന്ന പോലെ പോക്കറ്റിലിട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആണെന്നും ഡിഫെൻസീവ് ആണെന്നും നമുക്ക് താല്പര്യമില്ല എന്നും ഒക്കെയാണ് അതിനർത്ഥം വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ, ഇപ്പം നിങ്ങൾ തന്നെ വെറുതെ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പറയുന്ന വീഡിയോ ഒക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണെങ്കിലും നിങ്ങൾ ഒരാളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹം രണ്ട് കൈയും പോക്കറ്റിലിട്ടിട്ടാണ് കേൾക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തോ എന്നോട് താല്പര്യമില്ല അല്ലെങ്കിൽ കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു അകൽച്ചയാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ ഒരിക്കലും പോക്കറ്റിൽ കൈവിട്ടുകൊണ്ട് ഇടപെടരുതെന്നുള്ളതാണ്. ഇനി അടുത്തത്, എട്ടാമത്തെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫേസുമായി ബന്ധപ്പെട്ട ഭാഗത്ത് എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചുണ്ട് തൊട്ടുകൊണ്ടിരിക്കുക, കവിളിൽ ഇങ്ങനെ തൊടുക, മീശ വിരിച്ചുകൊണ്ടിരിക്കുക, മൂക്ക് മാന്തുക, കണ്ണ് ചൊറിയുക, പുരികൻ തടവുക, അങ്ങനെ മുഖവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുക. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ആ സ്ഥലത്ത് ഒരു കാരണവശാലും ഈ മുഖത്ത് നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുഖവുമായി ബന്ധപ്പെട്ട് ചൊറിയുക, മാന്തുക, താടിയിൽ പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഫേസുമായി ബന്ധപ്പെട്ട് ടച്ച് ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് മോശമായ ഇമ്പ്രഷനാണ് ഉണ്ടാവുക. അതുപോലെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത് പിന്നെ ആളുകളുടെ ജന്മനാ ശീലിച്ചു പോയ ചില കാര്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കാലിങ്ങനെ നിലത്ത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ടക്ക് 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 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാല് രണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന ടേബിളിലാണെങ്കിൽ നിൽക്കുന്ന ടേബിളിലാണ് ഉള്ള സ്ഥലത്ത് ഒരു നോയ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, വെറുതെ താളം പിടിച്ചിട്ട് മുട്ടിക്കൊണ്ടിരിക്കുക. ഇനി അതല്ല എങ്കിൽ പിന്നെ ചൊറിയുക, വെറുതെ ഇങ്ങനെ ചൊറിയുക, അങ്ങനെയുള്ള ചൊറിയലുണ്ടാവുക. ഇനി അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും കിച്ച് കിച്ച് ശബ്ദ പ്രശ്നം ഉണ്ടെങ്കിൽ കുറേ സമയം ഇൻ്റർവ്യൂ ആണോ അല്ലെങ്കിൽ മീറ്റിംഗ് ആണോ ഇത്തരം കാര്യങ്ങൾ നോക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അനാവശ്യമായ നോയ്സി സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശം ഇമ്പ്രഷൻ ഉണ്ടാക്കും. ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആളുകൾ ഒരിക്കലും അനാവശ്യമായ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല.
നേരത്തെ ഞാനൊരു വീഡിയോയിൽ സ്ത്രീകൾക്ക് ഒരു പുരുഷനെ ഇഷ്ടമാണോ അല്ലേ എന്ന് പറയുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു പ്രീനിങ് വിത്ത് ഹെയർ എന്നുള്ളതാണ്, മുടി കൊണ്ട് കളിക്കുക എന്നുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുടി കൊണ്ട് കളിക്കുന്നത്. ഒരു മീറ്റിങ്ങിലോ സംസാരത്തിലോ ഒക്കെ ഫുൾ ടൈം മുടി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, മുടി ഇങ്ങനെ വലിക്കുക, എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി കളിക്കുക, പിന്നെ അതിങ്ങനെ വലിച്ച് വായിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുക, പിന്നെ കൈ കൊണ്ട് അങ്ങനെ ആക്കുക. അങ്ങനെ ഫുൾ ടൈം മുടി കൊണ്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇംപ്രഷൻ മോശമാക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുടി കൊണ്ട് ഓവറായിട്ട് കളിക്കരുത്. അതേസമയത്ത് ഫേസിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു മുടിയാണെങ്കിൽ ഒതുക്കി വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മുഴുവൻ സമയം മുടിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരെ കുറിച്ചുള്ള ഇംപ്രഷൻ മോശമാക്കും. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സംസാരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒരാളോട് ഞാൻ സംസാരിക്കുകയാണ്, അതിനിടയ്ക്കൊന്ന് വാച്ച് നോക്കി, വീണ്ടും അടുത്ത കാര്യം പറയുന്നുണ്ട്, വീണ്ടും വാച്ചിൽ നോക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പോക്കറ്റിൽ നിന്ന്, പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിൽ സമയം നോക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ ഫേസ്ബുക്ക് നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു. അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ നമ്മൾ മറ്റൊരു കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഇംപ്രഷൻ ഇല്ലാതിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുക, മൊബൈൽ നോക്കുക എന്ന പരിപാടി ഒഴിവാക്കുന്നതാണ് എപ്പോഴും നന്നാവും. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളെക്കുറിച്ച് ഇംപ്രഷൻ മോശമാവുന്നത് ഒരു പ്രത്യേക മീറ്റിങ്ങിനോ ഒരു പരിപാടിക്കോ പറഞ്ഞ സമയത്ത് എത്താതിരിക്കുകയും ലേറ്റായിട്ട് വരികയും, ആ വരുന്നത് ഭയങ്കര ഹറിബറി ഓടി കതച്ച് വിയർത്ത് ആകെ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ, ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ എന്നെ കാണാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, നാളെ 10 മണിക്ക് വരാൻ വേണ്ടി പറയുന്നു. ആ 10 മണിക്ക് വരേണ്ട ആൾ ബസ് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് 11 മണിക്ക് വരികയും വരുമ്പോൾ തന്നെ ഓടിക്കതച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സകല ഇംപ്രഷനും പോകുന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ലേറ്റ് ആവരുത്, ടു ഏർലിയും ആവരുത്. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 7 മണിക്കേ വന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. 10 മണി എന്ന് പറഞ്ഞാൽ 9:45 10 മണിക്ക് മുമ്പായിട്ട് ഓൺ ടൈമിൽ എത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ ലേറ്റ് ആവുന്നതും നമ്മളെക്കുറിച്ചുള്ള ഇംപ്രഷൻ മോശമാക്കും. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അപ്പിയറൻസും നമ്മുടെ സ്മെല്ലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ശരീരത്തിലിപ്പം അലക്കാത്ത ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമുക്കൊരു പക്ഷേ അത് സ്മെല്ല് ചെയ്യില്ല, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാണ് അതിൻ്റെ സ്മെല്ലുണ്ടാവുക. അപ്പോൾ വിയർപ്പിൻ്റെ നാറ്റമുള്ള, വിയർപ്പിൻ്റെ സ്മെല്ലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കുക. ഡെയിലി ഒന്നിലധികം തവണ കുളിക്കണമെങ്കിൽ അങ്ങനെ കുളിക്കുക, നല്ല ഇനം പെർഫ്യൂം ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലാതെ മറ്റൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ, ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ ബാഡ് സ്മെല്ലുണ്ടാവുന്നത് ഭയങ്കര ഇംപ്രഷൻ മോശം ഉണ്ടാക്കും, നമ്മളിരുന്ന ആളുകൾ അകന്നു പോകും. അതേപോലെ തന്നെ ഈ മൗത്തിൻ്റെ സ്മെല്ലാണ്, വായനാറ്റം. ഈ വായനാറ്റം എന്ന് പറയുന്നതും ഇപ്പോഴും നല്ല ക്ലിനിക്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമുക്ക് നമ്മുടെ വായുടെ സ്മെല്ല് അറിയില്ല, കേൾക്കുന്ന ഒരാൾക്കാണ്. സോ ഏറ്റവും അടുത്ത കുടുംബക്കാരോയോ ഏറ്റവും അടുത്ത ഫ്രണ്ട്സോ നമ്മളോട് പറയണം നിൻ്റെ വായിക്ക് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, മറ്റുള്ളവരിടത്തും ആ സ്മെല്ലുണ്ടാവും. പക്ഷേ വല്ലപ്പോഴും ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് നടക്കുകയും എപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ വാ പൊത്തി പിടിക്കുക അല്ലെങ്കിൽ ദൂരെ നിൽക്കുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. വായിക്ക് സ്മെല്ലുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ സ്മെല്ലില്ലാതിരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. വസ്ത്രത്തിൻ്റെ അപ്പിയറൻസും, ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നല്ല ഗുഡ് ലുക്കിംഗ് ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടാവണം, ഡ്രസ് കോൺഷ്യസ്നസ് നല്ലതായിരിക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. ഇപ്പോൾ കുറേ എണ്ണം പറഞ്ഞു പോയി, എന്നാലും ഞാൻ ഇംപ്രഷൻ മാനേജ്മെൻറ്റിൽ 1-2 ചെറിയ ടിപ്പുകൾ കൊണ്ട് പറയാം. ഒന്ന്, സംസാരത്തിന് വേണ്ടിയിട്ട് വിഷയദാരിദ്ര്യമുള്ള ഒരവസ്ഥ ഉണ്ടാവരുത്. പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പരിചയപ്പെട്ട ഉടനെ പിന്നെ ഒന്നും പറയാനില്ല, അയാൾ എങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല, ഞാൻ അങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. വിഷയം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് പുതിയ വിഷയങ്ങളിലേക്ക് വരികയും സംസാരിക്കുകയും വേണം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ യൂട്യൂബറാണ്, എനിക്ക് ഇത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാൻ ഇത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് ഒരു പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എപ്പോഴും അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ വിഷയദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുക, അദ്ദേഹത്തിന് എന്താ ജോലി, എന്താണ് കാര്യങ്ങൾ, എന്തെങ്കിലും നല്ലത് കേട്ട ഉടനെ ഇമ്പ്രസീവ് ആയ രീതിയിൽ അങ്ങോട്ടൊന്ന് അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ ബ്രേക്ക് ഇല്ലാതാവുകയും പിന്നെ ഇങ്ങോട്ട് സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയും. അങ്ങനെ വിഷയദാരിദ്ര്യം വന്നിട്ട് മിണ്ടാനില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നത് ഇംപ്രഷൻ മോശമാക്കും എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് മാത്രമല്ല അയാളെക്കുറിച്ച് എനിക്കും അയാൾക്ക് എന്നെക്കുറിച്ചും ഇംപ്രഷൻ മോശമായിരിക്കും. അതൊരൊറ്റ കാര്യം കൂടെ പറയുന്നത്, നമ്മൾ ഈ സംസാരത്തിൽ തന്നെ ഒരു ഇത്തിരി ഹ്യൂമർ ചേർക്കുന്നത് ലോകത്ത് എല്ലായിടത്തും തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ വരെ നമുക്കൊരു ഹ്യൂമർ ചേർത്ത് മറുപടി പറയാൻ പറ്റിയാൽ ആ ഒരു ഹ്യൂമർ ചേർത്ത് ചോദ്യം ചോദിക്കും. എവിടെയും വിജയിക്കുന്ന ഏറ്റവും നല്ല ഒരു ആയുധമാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് നാടൻ ഭാഷയിൽ പറഞ്ഞ് വെറും ചളിയായി പോരുത്, കുറച്ചൊരു നിലവാരമുള്ള ഹ്യൂമർ ചേർത്ത് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ഭയങ്കര മതിപ്പുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ടീമുമായി ഇടപെടുമ്പോൾ എങ്ങനെയാണ് മതിപ്പുണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ നന്നാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ
നേരത്തെ അപ്ലോഡ് ചെയ്ത ധാരാളം വീഡിയോകളുണ്ട്. അത് ആവശ്യമുള്ളവർ ഈ കാണുന്ന ടെലഗ്രാം നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പറാണുള്ളത്. അവരൊക്കെ ദയവ് ചെയ്ത് എൻ്റെ ഈ ടെലഗ്രാം നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പഴയ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. MT വ്ളോഗ് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും. നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ അത് ലോഞ്ച് ചെയ്യും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.